ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ ഒരു കാര്യമുണ്ടല്ലോ, ഈ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനം എന്ന രൂപത്തിൽ സഖാക്കൾ നിൽക്കുന്ന ഒരു കാലമുണ്ട്. അതിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ രൂപത്തിലുണ്ടോ? മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനം കൊണ്ട് എന്താണ് ഗുണം എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനമുള്ളവർക്കല്ല പാർട്ടിയിൽ പ്രാധാന്യം കിട്ടുക. അതല്ലാതെ പാർലമെന്ററി രംഗത്തു നിന്ന് വരുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനമാനങ്ങൾ കിട്ടുന്നു എന്നൊരു സന്ദേശം നൽകപ്പെടുന്നുണ്ടോ പാർട്ടിയിൽ നിന്നും? ഇല്ല, അങ്ങനെയുള്ള ഒരു വിവേചനമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിയോജിപ്പുകളോ ഒന്നും ഏതെങ്കിലും സമ്മേളനങ്ങൾ പോലും ഉയർന്നതായി എൻ്റെ അറിവിൽ വന്നിട്ടില്ല. സ്മൃതി, ഞാൻ അത് എനിക്കറിയാവുന്ന ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരാളെന്നല്ലേ പറയുകയാണ്. അത്തരത്തിലെങ്കിൽ ചർച്ച ഏതെങ്കിലും ജില്ലാ കമ്മിറ്റിയിലോ ഏരിയ ലെവലിലോ താഴെ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികൾ അത്തരം ചർച്ചകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഏരിയ കമ്മിറ്റികളും മുകളിലോട്ടുള്ള കമ്മിറ്റികളിലാണ് അത്തരം ചർച്ചകൾ ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകേണ്ടത്. പിന്നെ പല കമ്മിറ്റികളിലും പ്രവർത്തിക്കുന്ന സഖാക്കൾ ഈ നേതാക്കളുടെ കേഡർമാരുടെ ബാഹുല്യം വല്ലാതെ CPM-ൽ ഉണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇപ്പൊ ഞാൻ ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ സമ്മേളനത്തിൽ 22-ലെ എറണാകുളം സമ്മേളനത്തിന് ശേഷം CS സുജാത എന്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നില്ല എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് എന്താ? പിന്നീട് കാണുന്ന പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോഴേക്ക് CS സുജാത കേന്ദ്ര കമ്മിറ്റി അംഗമാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ MP രാജേഷിന്റെ കാര്യം പറയുന്നു. ഞാൻ അതേ സ്ഥിതി കാണുന്ന ഒരാളാണ്. പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോഴേക്ക് അതവിടെ ഇരിക്കട്ടെ, ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടതില്ല. പിന്നെ ആലപ്പുഴയിലുള്ള K പ്രസാദ്, ഇവർ ഈ പറഞ്ഞ ആലപ്പുഴയിലെ എല്ലാ നേതാക്കളെക്കാളിലും സുധാകരന് ശേഷമുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് എന്ന് പറയാവുന്ന ആളാണ് K പ്രസാദ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വളരെ പ്രാഗൽഭ്യമുള്ള നേതാവാണ്. എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ട്. ഇതുവരെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നില്ല. അദ്ദേഹം എവിടെയും പരാതി പറയാൻ പോയിട്ടില്ല. CS സുജാത എവിടെയും പരാതി പറയാൻ പോയിട്ടില്ല. അവരവരുടെ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിക്കുന്ന എന്താണോ അത് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അതുപോലെ തന്നെ KH ബാബുജാൻ എത്രയോ വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന പേരാണ്. യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് സിൻഡിക്കേറ്റിൽ ഏതാണ്ട് 10-25 കൊല്ലക്കാലത്ത് ഇദ്ദേഹം സിൻഡിക്കേറ്റ് അംഗമാണ്. ഇപ്പൊ ബാബുജാൻ കൺട്രോൾ കമ്മീഷൻ ചെയർമാനാണ്. പ്രസാദ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സുജാത കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ആ തരത്തിലുള്ള ചുമതലകൾ പാർട്ടിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവരെന്തെങ്കിലും പാർട്ടിക്കകത്ത് കലാപം ഉണ്ടാക്കുകയാണോ അല്ലെങ്കിൽ അവരുടേതായുള്ള ഗ്രൂപ്പ് താല്പര്യങ്ങൾ നിർവഹിക്കപ്പെടുകയാണോ ചെയ്യുന്നത്? അല്ല, അങ്ങനെയല്ലല്ലോ. ഓരോരുത്തരും എന്താണ് അവരുടെ കഴിവ്, എന്താണ് കുറവ് എന്നുള്ളത് കണ്ടെത്തി തന്നെയാണ് പാർട്ടി അവരെ ഓരോ കാര്യങ്ങളും ഡിപ്ലോയ് ചെയ്യുന്നത്. അത് അങ്ങനെ കഴിയൂ. അത് ആ നിലയ്ക്കാണ് പോകേണ്ടതും. MP രാജേഷുമായി ബന്ധപ്പെട്ട് താങ്കൾ അതൊന്ന് വിശദീകരിക്കാമോ? MP രാജേഷ് സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പേരാണ്. അദ്ദേഹത്തെ എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നാണ് താങ്കളുടെ ഒരു മനസ്സിലാക്കൽ? അല്ല, അതിൽ ഉയർന്ന ഘടകത്തിലേക്ക് അദ്ദേഹം പോകുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാനെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ സുജാതയുടെ ഉദാഹരണം പറഞ്ഞത്. അത്രയുള്ള അതിനകത്ത് കാര്യം. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും കാണേണ്ടതില്ല. സ്മൃതി, അതിന് ഈ CPM-ൽ ഇപ്പോ സംസ്ഥാന തലത്തിൽ ഉയർന്നു വരുന്ന രണ്ടാം നിര നേതൃത്വത്തിൽ ഏറ്റവും പ്രബലരായിട്ടുള്ള ചെറുപ്പക്കാരെ എടുക്കൂ. ആരെയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? അതിൽ MP രാജേഷ് ഇല്ലേ? നിശ്ചയമായും ഉണ്ട്. അപ്പൊ MP രാജേഷിനെ പാർട്ടി എങ്ങനെയാണ് കരുതുന്നത്? അത് നമ്മൾ കാണാനിരിക്കുന്നു. പാർട്ടി കോൺഗ്രസിൽ തന്നെ കാണാനിരിക്കുന്നു. അത്രയുള്ള അതിനകത്ത് കാര്യം. ഇപ്പോ MP രാജേഷ് ഉൾപ്പെടെയുള്ള ഒരു പുതിയ നേതൃനിരയാണ് പാർട്ടിയെ ഇനി ഭാവിയിൽ നയിക്കാൻ പോകുന്നത്. അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ആ തരത്തിൽ അവരുടെ കഴിവുകൾ തെളിയിച്ചതാണ്. പാർട്ടി അത് ഉൾക്കൊണ്ടിട്ടുമുണ്ട്, പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതാണ് അതിന്റെ കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് P ജയരാജന്റെ കാര്യമാണ്. കണ്ണൂര് P ജയരാജൻ എന്ന് പറഞ്ഞാൽ ഈ 2016 ഒടുവിൽ, ഞാൻ ആ മാസങ്ങളുടെ എനിക്ക് കൃത്യമായിട്ട് അറിയാം തീയതി, പക്ഷെ അത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ശ്രീയം കേരളത്തിലെ RSS CPM സംഘടന അവസാനിപ്പിക്കാൻ ശ്രീയം നടത്തുന്ന ചർച്ചയിൽ ആദ്യം ചർച്ച നടത്തുന്നത് 2016 ഒടുവിൽ P ജയരാജനുമായിട്ട് കണ്ണൂർ PWD ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ആദ്യത്തെ ചർച്ച നടക്കുന്നത്. ശ്രീയമ്മും P ജയരാജനും അവിടെ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു, തീരുമാനമെടുക്കുന്നു. അങ്ങനെയാണ് തൊട്ടടുത്ത മാസം തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് RSSന്റെ 5 പ്രമുഖന്മാരും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ അകമ്പടി പോലും ഇല്ലാതെ വന്ന് 8 മണിക്ക് ശേഷം ആ മീറ്റിംഗ് തുടങ്ങുന്നതും. അപ്പൊ അത്രയും പ്രാധാന്യം കണ്ണൂർ ജില്ലയിൽ അവിടുത്തെ RSS മാർക്സിസ്റ്റ് സംഘടന അവസാനിപ്പിക്കാൻ ഏറ്റവും മുൻകൈ എടുത്ത ഒരാളാണ് P ജയരാജൻ.
അതുകൊണ്ട് പി ജയരാജനെ ഇപ്പോൾ ഒരു കത്തിന്റെ പേരിൽ മാറ്റി നിർത്തി എന്നുള്ളതിലൊന്നും യാതൊരു അർത്ഥവുമില്ല സ്മൃതി. അങ്ങനെയൊന്നും അല്ല. അതൊന്നും അല്ല. ബോധ്യമാകേണ്ടവർക്ക് ബോധ്യമാകുന്നുണ്ടോ? ജയരാജന്റെ മകൻ അത് ബോധ്യമായിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ചർച്ചയാകുമായിരുന്നില്ലല്ലോ. ജയരാജന്റെ മകനെ ആര് ബോധ്യപ്പെടുത്തണം? നമ്മൾ ഈ ചർച്ചയിലൂടെ ബോധ്യപ്പെടുത്തണം. അയാൾക്ക് ബോധ്യമാവുകയൊക്കെ ചെയ്യും. കാര്യം അയാൾ നല്ല പാർട്ടി സ്പിരിറ്റ് ഉള്ള ആളാണ്. അത് എനിക്കറിയുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അയാളെ എങ്ങനെ ബോധ്യപ്പെടും? നമ്മൾ തെറ്റായി നിർവചിക്കേണ്ട അല്ലെങ്കിൽ വ്യാഖ്യാനിക്കേണ്ട ഒരാളല്ല പി ജയരാജന്റെ മകൻ ജെയിൻ. അങ്ങനെയല്ല. പിന്നെ ഇതിനിടയ്ക്ക് ഒരു വാർത്തയുണ്ട് കേട്ടോ, നേതാക്കളാവുന്നവരൊന്നുമല്ല. അങ്ങനെ ആരോ നമ്മുടെ ഈ ചർച്ചയിൽ പറയുന്നത്. ശ്രീ ജയേന്ദ്രൻ, ഇതിനിടയ്ക്ക് ഒരു വാർത്തയുണ്ട്. BJP ജില്ലാ നേതൃത്വം പത്മകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ആറന്മുളയിലെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ജില്ലാ പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയും ഒക്കെ വീട്ടിലെത്തി പത്മകുമാറിനെ കാണുകയായിരുന്നു. അല്ല, ഈ മോഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒന്നും ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ആരെ വേണേൽ പോയി ചർച്ച ചെയ്യാം. അതിലൊക്കെ നമ്മൾ എന്താ പറയുന്നത്? പത്മകുമാറിനെയൊക്കെ BJP സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള നിലയിലേക്കൊക്കെ ആ ചർച്ചകളുടെ സാധ്യതയൊക്കെ മുന്നിൽ കണ്ടാണോ രാജു എബ്രഹാം നേരത്തെ പോയി അനുനയിപ്പിക്കാൻ ശ്രമിച്ചത്? ഇത് അനുനയത്തിന്റെ പ്രശ്നമൊന്നും അല്ലെന്നേ. അതിനകത്ത് സംഘടനാ വിരുദ്ധമായ അച്ചടക്ക ലംഘനത്തിന്റേതായ എലമെന്റ്സ് ഒരുപാടുണ്ട്. അത് പിന്നെ ബോധ്യപ്പെട്ടിട്ട് കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് അദ്ദേഹം നിഷേധിക്കുന്നു. പക്ഷേ ഈ നേതാക്കൾ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അല്ല, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, പത്മകുമാറിനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയല്ല. അദ്ദേഹത്തിന്റെ വിമർശിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൊതിക്കറുവാന്ന് പറഞ്ഞല്ലോ, അത് പറയും, ആവർത്തിച്ചും പറയും. പക്ഷെ അങ്ങനെ BJPക്ക് പിന്നെ എന്തെങ്കിലും ചൂണ്ടയിട്ട് കൊടുത്ത് വിലക്കെടുക്കാനും മാത്രം തരം താഴ്ന്ന ആളായിട്ട് പത്മകുമാറിനെ ഞാൻ ഈ സമയം വരെ കാണുന്നില്ല കേട്ടോ. എനിക്കറിയാവുന്ന പത്മകുമാർ അങ്ങനെ ഒരാളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അച്ചടക്ക ലംഘനം വേറെ ചർച്ച ചെയ്യാം. അത് രാജു എബ്രഹാം അത് സംസാരിക്കാനായിരിക്കും പോയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ചടക്ക ലംഘനം വീട്ടിലെത്തി നടപടിയെടുക്കുമെന്ന് പറയലാണോ പാർട്ടി രീതി? അങ്ങനെയാണോ സുരേന്ദ്രൻ? അച്ചടക്ക ലംഘനം നടത്തുന്നവരെ വീട്ടിലെത്തി കണ്ട് സംസാരിച്ച് ചിരിച്ച് കൈകൊടുത്ത് നടപടി വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുകയാണോ ചെയ്യാറ്? അല്ലെന്ന്, ഇത് ഇപ്പൊ പറഞ്ഞില്ല നിങ്ങൾ സ്മൃതി, മുമ്പേ സുകന്യയുടെ കാര്യം പറഞ്ഞില്ല. സുകന്യ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണേ. ഇപ്പൊ ജില്ലാ സെക്രട്ടേറിയറ്റ് അവിടെ രൂപീകരിച്ചിട്ടില്ല, രൂപീകരിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഈ പുതിയ വിവാദം വരുന്നത്. പത്മകുമാർ 18 കൊല്ലമായിട്ട് സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. രാജു എബ്രഹാമും പത്മകുമാറൊക്കെ ഒരുമിച്ച് ദീർഘകാലമായി പ്രവർത്തിക്കുന്നവരാ. അപ്പൊ ജില്ലാ സെക്രട്ടറിയും ഇങ്ങനെ വിമതസ്വരം പുറപ്പെടുവിച്ച ഒരു നേതാവും എന്നുള്ള നിലയിലല്ല അവരുടെ ബന്ധം. രാജു എബ്രഹാം അങ്ങനെ ഒരാളല്ലല്ലോ. അടുപ്പമുള്ളവരോട് ഇടപെടുന്നത് അങ്ങനെയല്ലല്ലോ. രീതി അദ്ദേഹത്തിന്റെ അതല്ല. അദ്ദേഹം പേഴ്സണലി പോയി കാണുന്ന എല്ലാവരെയും. അതിനെ ആ തരത്തിലേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ പിന്നെ വിമതസ്വരം പുറപ്പെടുവിച്ച ഒരാളെ ജില്ലാ സെക്രട്ടറി പോയി അന്വയിപ്പിക്കാനായി കൂടെ നിർത്താനായി ചെല്ലുന്നു എന്നുള്ള നിലയിൽ ഞാൻ എന്തായാലും പത്മകുമാറും രാജു എബ്രഹാം നമ്മളെ കൂടിക്കാഴ്ചയെ പിന്നെ കാണാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഒരു കാരണവശാലും അങ്ങനെ ആഗ്രഹിക്കില്ല. രണ്ടുപേരും അങ്ങനത്തെ വ്യക്തിത്വമുള്ള ആൾക്കാരല്ലാത്തത് കൊണ്ട് തന്നെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.